ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സൺഷൈൻ മമ്മ വ്ളോഗ്സ്. മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇനി എൻ്റെ കംപ്ലീറ്റ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാൻ വിചാരിച്ചു. രാവിലത്തെ കുക്കിംഗ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പം ഓവർ ടു ദ വീഡിയോ. ലഞ്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിന്ന് ലഞ്ചിന് വെജിറ്റബിൾ പുലാവാണ്. അതിൻ്റെ പരിപാടികളിലാണ് ഞാൻ. അത് ചായ ശരിയാക്കണം. എപ്പോഴാ പോകണ്ടേ? ഇപ്പം 9 മണി. എനിക്കൊരു 9:30 ആവുമ്പോഴെങ്കിലും അറ്റ്ലീസ്റ്റ് ഇറങ്ങണം. ഇവിടെ ഇസീനെ കിൻഡർ ഗാർഡനിൽ കൊണ്ടാക്കിയിട്ട് വേണം പോവാൻ. ഉറക്കോ? ഇസി ഉറക്കം. ഇസീനെ കൂടെ ഒന്ന് കാണിച്ചു. ഗുഡ് മോർണിംഗ്. എന്താ പരിപാടി? എണീറ്റാ അടുത്ത യുദ്ധം. ബേബിക്ക് കുറച്ച് പാല് മാറ്റിയിട്ട് നമ്മുടെ ചായക്കുള്ള പൊടി ഇടാം. എന്താണ് ഫസ്റ്റ്? ഓക്കെ. ഞാൻ എടുക്കാം. എല്ലാവരും പൊടി ഇടാൻ പറ്റുള്ളൂ. കുഞ്ഞുമണിയാണ് ഇന്ന് ചായയില് പൊടി ഇടാൻ പറ്റുള്ളൂ. ഓക്കെ, ചായപ്പൊടി. ഓക്കെ, കുറച്ചുകൂടെ ഉണ്ട്. അതും ഇടാമേ. ഓക്കെ, ഗുഡ് ബോയ്. ഇവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഹായ് പറ. ഹായ് ഗൈസ് പറ. ഗുഡ് മോർണിംഗ് ഗൈസ് പറ. പറയാ യെസ്. കണ്ണാടി നോക്കട്ടെ പാപ്പ. നോക്കി ചിരിക്ക് പാപ്പ. കണ്ണാടി കൈ എടുക്ക്. ലവ് യു പറ. ലവ് യു. അത് കഴിഞ്ഞ് പിന്നെ ഓഫീസിലോട്ടായിരുന്നു. അവിടെ എക്സൈറ്റിംഗ് ആയിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു 3 സെക്കൻഡ്സ് ക്ലിപ്പ് മാത്രമേ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഈവനിങ് ഇസീനെ കിൻഡർ ഗാർഡനിൽ വിളിക്കാൻ പോയപ്പം ഇസീൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആകെ എൻ്റെ കൊളീഗ് മാളു ചേച്ചി വന്നു. മാളു ചേച്ചീനെ കണ്ടപ്പം ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഇസിയുടെ കിൻഡർ ഗാർഡനിലെ പാർക്കിൽ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ വേറൊരു കൊളീഗ് വന്നു. ഇവരെല്ലാവരെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ ഷോർട്ട് വീഡിയോസിലൊക്കെ കൂടെ. അന്നത്തെ ദിവസം സർപ്രൈസിങ്ങിൽ ഞങ്ങൾ എല്ലാവരും സെയിം ഷെയ്ഡ് ഡ്രസ്സസ്സാണ് ഇട്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അവിടെ നിന്ന്. പിന്നെ കുറച്ച് ഇരുട്ടിയപ്പോൾ ഞാനും ഇസിയും വീട്ടിലോട്ട് വന്നു. ഇവർ രണ്ടുപേരും വർക്കിന് കയറി. രാത്രിത്തെ മേജർ കുക്കിംഗ് വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. ഇസിക്ക് എല്ലാ ദിവസവും ഹെൽത്തി ആയിട്ട് ഒരു മുട്ട, ഒരു ഗ്ലാസ് പാല് എല്ലാ ദിവസവും മാൻഡേറ്ററി ആയിട്ട് കൊടുക്കണം എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമുക്ക് ഒട്ടും സമയമില്ല. പക്ഷെ എന്നാൽ പോലും ഇസയുടെ കാര്യങ്ങളിൽ കുറച്ച് കാര്യങ്ങളെങ്കിലും അറ്റ്ലീസ്റ്റ്, ബിക്കോസ് ഇവൻ
അൺഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഡെയിലി ബേസിൽ കഴിക്കാറുണ്ട്. ഇപ്പം നഗറ്റ്സ് ആണെങ്കിലും ചോക്കോസ് ആണെങ്കിലും ഭയങ്കര ഹെൽത്തി അല്ല. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് മാക്സിമം പറ്റുന്ന പോലെ മുട്ട, പാല്, പയറ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഓൺ എ ഡെയിലി ബേസിസ് ഇസിക്ക് ഇൻടേക്ക് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞ് രാത്രി നമ്മുടെ ബെഡ് ടൈം സ്റ്റോറി ടെല്ലിംഗ് ആണ്. ഇന്ന് ഇസിയുടെ സ്റ്റോറിയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇസിയുടെ നെക്സ്റ്റ് ബർത്ത്ഡേ എങ്ങനെയായിരിക്കണം, എവിടെ വെച്ചായിരിക്കണം എന്നൊക്കെ ഉള്ള ഒരു ഡിസ്കഷനാണ് നമ്മളുടെ ഇടയിൽ നടക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനിയും എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടതെന്ന് പ്ലീസ് കമൻറ്റ് ബിലോ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.